ഇത് റൈഡെക്സ് ദോ വരുന്ന, ഇത് ആക്സോർ. ഇതെല്ലാം അല്ല ടയറില്ലേ ഇങ്ങനെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നുമില്ല. ഇന്നിപ്പം ഞാൻ ഇന്നലെ രാത്രി തന്നെ ട്രിവാൻഡ്രത്തുനിന്ന് കൊല്ലത്തോട്ട് വന്നായിരുന്നു. അപ്പം ഇന്നിപ്പം മമ്മിയെ സ്കൂളിൽ കൊണ്ടാക്കണം. അതാണ് ആദ്യത്തെ പണി ഇന്ന് രാവിലത്തെ. അപ്പം ഇന്ന് വലിയ വീഡിയോ ഒന്നുമില്ല. ലൈക്ക് മമ്മി ഒന്ന് സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുന്നു, ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ പോലെ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പം കിറ്റാണ് കേറ്. ഞാൻ കിറ്റ് വെച്ചോളാം. ഇതൊന്ന് സൈഡിൽ കൂടെ പിടിച്ചിരുന്നാൽ മതി. ഇതൊന്ന് സൈഡിൽ കൂടെ കിറ്റ് ഇങ്ങനെ പിടിച്ചിരുന്നാൽ മതി. നോക്ക്, വേണ്ടേ? അല്ല, ഇങ്ങനെ പിടിച്ചിരുന്നാൽ മതി. പാം പിടിച്ചിരുന്നാൽ മതി. എന്തായാലും ഞങ്ങളിപ്പോൾ ലേറ്റായി. അപ്പം ഞാൻ വലുതായിട്ട് ഇങ്ങനെ പോകുന്ന വേണേൽ ചെറുതായിട്ടൊക്കെ കാണിക്കാം. പക്ഷേ ലൈക്ക് നമുക്കിപ്പം സ്കൂളിൻ്റെ അകത്തോട്ട് കയറാൻ അലോഡല്ല. പിന്നെ ലൈക്ക് ഔട്ട് സൈഡേഴ്സിന് ലൈക്ക് മോർണിംഗ് ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ അങ്ങനെ കയറാൻ അലോഡല്ല. അപ്പം ഞാൻ മമ്മിയെ കൊണ്ട് പുറത്താക്കിയിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. അത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ബസ്. മഴ പെയ്തിരിക്കുന്നുണ്ട്. ഇത് അങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ള്. അടിപൊളി. ഗേറ്റ് അടച്ചിട്ടേക്കുന്ന തുറന്നു. എന്തോ മീ ബസ് പോകാൻ വേണ്ടി, ഈ ബസ് പോകാൻ വേണ്ടിയായിരിക്കും. അതന്നെ, ഈ ബസ് പോകാൻ വേണ്ടിയായിരിക്കും. ഇത് ബസ് പോകുമ്പം കടയ്ക്കോ അവര്? പിടിയമ്മീ. മമ്മിയുടെ സ്കൂളിലോട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മീൻസ് ടൗണിലോട്ടോ അങ്ങനെ എന്തെങ്കിലും പോകണമെങ്കിൽ പോലും ഗേറ്റ് ക്രോസ് ചെയ്യാതെ, മീൻസ് വഴിയുണ്ട് പക്ഷേ ഗേറ്റാണ് മെയിൻ ഗേറ്റ്. എങ്ങോട്ട് പോകണമെങ്കിലും നമുക്ക് ഒരു ഗേറ്റ് മെയിൻലി ക്രോസ് ചെയ്താലേ പോകാൻ പറ്റും. പെട്ടെന്ന് പോകണമെങ്കിൽ പോലും നമുക്ക് ലൈക്ക് അപ്പുറത്ത് ഇറങ്ങണം. മീൻസ് സിറ്റിയുടെ മീൻസ് ടൗൺ ഏരിയ ആ ഭാഗത്തോട്ടൊക്കെ ഇറങ്ങണമെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഗേറ്റ് ക്രോസ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ടൗണിലോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ വേറെ ഗേറ്റ് ക്രോസ് ചെയ്യാതെ കറങ്ങി പോകുന്ന റൂട്ട്സ് ഉണ്ട്. പക്ഷേ അല്ലാതെ നമുക്ക് എത്ര 1 2 3 4 4 5 ഗേറ്റ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള. അല്ലെങ്കിൽ 4-5 ഗേറ്റ് കവർ ചെയ്ത് അപ്പുറത്ത് പോയിട്ട് ടൗണിൻ്റെ അപ്പുറത്തോട്ട് ഇങ്ങനെ കറങ്ങി വരാൻ പറ്റും. ഗേറ്റെല്ലാം ഇങ്ങനെ കറങ്ങി വരാൻ പറ്റും, ഗേറ്റ് കയറാതെ. അങ്ങനെ കുറേ വഴിയുണ്ട്.
എന്തായാലും അല്ല. ഇപ്പോൾ നമ്മൾ ഹൈവേയിലെത്തി, നാഷണൽ ഹൈവേയിലെത്തി. നമ്മൾ ബൈ റൂട്ടിൽ നിന്ന് നേരെ നാഷണൽ ഹൈവേയിലോട്ട് കയറണമെങ്കിൽ ഒരു ഗേറ്റ് ക്രോസ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കറങ്ങി വന്നിട്ട് പിന്നെ നാഷണൽ ഹൈവേയിലോട്ട്. സിഗ്നൽ തീരുന്നു എങ്ങനെ അവർ നമ്മളെത്തണം. ഇതെന്താ ഇവിടെ പിള്ളേരൊന്നും ഇല്ലാത്ത? അമ്മി, ഇന്ന് പിള്ളേരൊന്നും ഇല്ലാത്ത എന്ത്? ഓ, ഇന്ന് സാറ്റർഡേ ആണ്. ഓക്കെ. ഇന്ന് സാറ്റർഡേ ആയിരുന്നു, ആ കാര്യം ഞാൻ മറന്നുപോയി. എന്തായാലും മമ്മിയുടെ സ്കൂളെത്താൻ പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ അമ്മയുടെ സ്കൂള്, SN ട്രസ്റ്റ്. പിള്ളേർ പോകുന്നത് അധികം സ്പീഡിൽ പോകാൻ പറ്റത്തില്ല, പയ്യെ പയ്യെ പോകണം. അങ്ങോട്ടാ? അമ്മേ, 4 മണിക്കാ? ഓക്കെ. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ശരിയെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പ്രേമൻ അങ്ങോട്ട് പോകണം. ഈ ഫ്രണ്ട് എൻ്റെ കൂടെ 8ാം ക്ലാസ് തൊട്ട് പഠിച്ചതാണ്. ഉണ്ടോ എന്തോ അതോ അവൻ അവിടെ കാണുമില്ലെന്ന് ഒരു പിടിയില്ല. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. എടുക്ക് ഓണ റെക്കോർഡിക്കാ. ഇത് എൻ്റെ കൂട്ടുകാരൻ്റെ ഹെൽമെറ്റാണ്. ഇത് ഏതാടാ? റൈഡക്സ്. ഇത് പിന്നെ രണ്ടാമത്തെ ബിൽമോള. മറ്റേ ആക്സർ എന്തേ? എടുത്തോണ്ട് അതും കൂടെ കാണിക്കട്ടെ. ഇത് ആക്സർ. ലൈവല്ല. പക്ഷേ ഇത് ബിൽമോളയുടെ, ഇത് റൈഡക്സ്, ദോ വരുന്ന ഇത് ആക്സോർ. ഇതെല്ലാം കൂടി ഇപ്പോൾ എത്ര രൂപയുടെ സാധനമുണ്ട്? 7, 15, 5, 20, 27, 28,000 രൂപയുടെ സാധനം. ചെറുക്കന് പക്ഷെ വണ്ടിയില്ല, ഹെൽമെറ്റ് ഉണ്ട്. കിടിലല്ലേ? വണ്ടിയില്ല, ഹെൽമെറ്റ് ഉണ്ട്. അത് ഏത് ഹെൽമെറ്റ് എടുക്കുന്നത് ഇപ്പം?
എനിക്കൊരെണ്ണം കടം തരാമോ? ആ എന്താ 28 അല്ലേ? എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വിറ്റിട്ടൊരു വണ്ടി എടുക്കും അവൻ. എനിക്കറിയാം നിൻ്റെ ബുദ്ധി എങ്ങോട്ടാണ് പോകണേന്ന്. വിമാനം തന്നെ. വാ. അപ്പോൾ ഗൈസ് ഞങ്ങളിനി ചായ കുടിച്ചിട്ട് വരാം. ഇനിയിപ്പോൾ അതാണ് അടുത്ത പ്ലാൻ. അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടുന്ന് കൂട്ടുകാരനെ വിളിക്കും, ചായ കുടിക്കാൻ പോവും, തിരിച്ചു വരും, വീട്ടിൽ പോകും. ഇതാണ് എൻ്റെ സ്ഥിരം റുട്ടീൻ വെൻ ഐ കം ടു ലൈക്ക് ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പം ഇത് തന്നെയാണ് എൻ്റെ സ്ഥിരം പരിപാടി. അല്ലേ ടയറില്ലേ ഇങ്ങനെ കടത്തി കളയല്ലേ, രണ്ടെണ്ണം കൂടെ റോഡിൽ കിടക്കും. വളവിലെ സീനുണ്ട്, തെന്നുന്നുണ്ട്, ഭയങ്കര തെന്നൊക്കെ. അയ്യോ നമ്മുടെ ചായമാവൻ കടയില്ല, പിന്നെ അവിടെ പോകാനാ? വേറെ എവിടെ കടയുണ്ട്? കേൾക്കാൻ വയ്യ. ബീച്ചിലെ ബംഗാളിയാ? ഞങ്ങളുടെ ഫസ്റ്റ് നിന്ന് നമ്മളൊക്കെ എപ്പോഴും കുടിക്കുന്ന ചായക്കട ഇന്ന് അടച്ചിട്ടേക്കുവാണ്. അപ്പം പിന്നെ അടുത്ത ചായക്കടയിലോട്ട് പോകാനുള്ള പ്ലാനിട്ട് ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ കൊല്ലം ബീച്ചിൽ പോയ അവിടെ അടുത്ത ചായക്കടയുണ്ട്, ഞങ്ങളുടെ അടുത്ത സ്പോട്ടാണ്. അവിടെ അങ്ങോട്ട് ഇല്ലെങ്കിൽ പിന്നെ തിരിച്ചു വരും. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ എന്തായാലും അങ്ങോട്ട് എത്തിയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ തപ്പി ഒരു ചായക്കടയും ഞങ്ങൾക്ക് കിട്ടിയില്ല, എല്ലാം അടച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ എന്തായാലും വീട്ടിലോട്ട് പോയിട്ട് ബാക്കി ശരി ഇവനെ കൊണ്ട് ഞാൻ വീട്ടിലിറക്കി ഇവനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് ബാക്ക് ടു ഹൗസ്. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞല്ലോ ശരി. ഇവിടെ ചായക്കട തുറന്ന്, പക്ഷേ ചായ ഇപ്പം കിട്ടത്തില്ല. അതാണ് മെയിൻ കുഴപ്പം. എന്ന് പറഞ്ഞാൽ കട ഇപ്പം തുറന്നേലേ ഉള്ളൂ. അപ്പം കട പൂർണ്ണമായി തുറന്നിട്ടില്ല, പാർഷ്യലി ഓപ്പൺ. അതാണ് കടയുടെ പ്രത്യേകത. ഇപ്പം അയ്യോ എന്നെയും കൊണ്ട് ഇപ്പം പോയാനായിരുന്നു വണ്ടി. അപ്പം ശരി. എന്തോ പട്ടി മൂത്രം വയ്ക്കുന്നുണ്ടാ? അല്ല ഇതെന്ന് തോന്നുന്നു. ശരി ശരി. ഏതാ വണ്ടിക്കോ? ബംഗാളിയുടെ കട അവിടെ പോളത്തോട്. അവിടെ നമ്മുടെ റേസ് മോട്ടോഴ്സ് ഇല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ്. ശരി 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 ശരി. അപ്പോൾ ഗൈസ് ചായയുടെ പണി എന്തായാലും കഴിഞ്ഞ്. അപ്പോൾ ഇനി ചായ എന്തായാലും ഇല്ല. അപ്പം ഇപ്പം മൈ ഡാഡ് വിളിച്ചിരിക്കുന്നു. അപ്പം എന്തായാലും ഞാനിപ്പം ഇതിപ്പോൾ കുറേ ലോങ് ആകുമെന്ന് തോന്നുന്നു ഈ വീഡിയോ. അതുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം മറ്റൊരു വ്ളോഗുമായി വീണ്ടും വരാം. എന്തായാലും ഈ വ്ളോഗ് എനിക്ക് ഇനി കണ്ടിന്യൂ ചെയ്യണം. പുതിയൊരു പണിയിലോട്ട് പോവുകയാണ്. അത് ഇപ്പം എന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ അറിയിപ്പിക്കാം. ഓക്കെ, അപ്പം ശരി, ബൈ. ഓക്കെ.